ഹലോ, ചിക്കനുള്ള കാരണം തന്നെ ഞാനിന്ന് വൈകുന്നേരം ചട്ടിപ്പത്തിരി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. അങ്ങനെ മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴേക്കും ചട്ടിപ്പത്തിരി റെഡിയാക്കാമെന്ന് വെച്ചിട്ട് വേഗം സവാളൊക്കെ വാട്ടി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ടിട്ട് പിന്നെ കുരുമുളക് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഒക്കെ ഇട്ട് അവിടെ ഫില്ലിങ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഒരു മുട്ടയും പിന്നെ മൈദയും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശയും ഉണ്ടാക്കാം. ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ദോശയായിട്ട് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 6 ദോശയാണ് ചുട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ദോശ ഒരു ഭാഗമായിട്ടുണ്ടെങ്കിൽ മറ്റു ഭാഗം മറിച്ചിട്ടിട്ട് വേണം ചുട്ടെടുക്കാൻ. ഈ ഒരു പാത്രത്തിലോട്ട് 3 കോഴിമുട്ടയും കുറച്ച് പാലും കുരുമുളകും ഉപ്പിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിനിടയിൽ ആദ്യം വന്നിട്ടൊന്ന് ടേസ്റ്റൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഇനി അടി കട്ടിയുള്ള ഒരു പാനിൻ്റെ മുകളിലോട്ട് നമ്മൾ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ട് തീ നന്നായി കുറച്ച് വെച്ചതിന് ശേഷം ഓരോ ലെയറായിട്ട് നമ്മൾ ഫില്ലിങ് ഇട്ടിട്ട് റെഡിയാക്കണം. അതിന് മേലെ ദോശ ഇട്ട് അങ്ങനെ ഓരോന്ന് റെഡിയാക്കി എടുക്കട്ടെ. ലാസ്റ്റ് വരുന്ന മുട്ടയുടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കാൻ വേണ്ടി വെക്കാം. നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് കട്ട് ചെയ്ത് എടുക്കുവാണേ. അപ്പോൾ ഇത് ചൂട്ട് കൊടുക്കുന്ന കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കലും. എല്ലാവരും കാണുന്നുണ്ടെങ്കിലും ലൈക്കൊന്നും ആരും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ.